Please stand. പ്രിയമുള്ളവരെ, ഈ പുരുഷനും ഈ സ്ത്രീയും വിവാഹത്തിൽ തമ്മിൽ ഒന്നിച്ചു ചേർക്കുവാനായി നാം ഇവിടെ ദൈവസന്നിധിയിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്നു. വിവാഹം ദൈവത്താൽ നിയമിക്കപ്പെട്ട ഒരു ജീവിതാവസ്ഥയാകുന്നു. ഇത് എത്രയും പരിപാവനമായി കരുതേണ്ടതാകുന്നുവെന്ന് വിശുദ്ധ തിരുവെഴുത്ത് നമ്മെ ഉദ്ബോധിക്കുന്നു. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ഗലീലയിലെ കാനായിൽ വെച്ച് തന്റെ സാന്നിധ്യത്തിൽ വിവാഹത്തെ അനുഗ്രഹിച്ച് ശുദ്ധീകരിച്ചു. ഈ ജീവിതാവസ്ഥയെക്കുറിച്ച് നമ്മുടെ കർത്താവ് പറയുന്നത് കേൾക്കുകയും, സൃഷ്ടിയുടെ ആരംഭത്തിൽ ദൈവം അവരെ ആണും പെണ്ണുമായി സൃഷ്ടിച്ചു. അത് നിമിത്തം മനുഷ്യൻ അപ്പനെയും അമ്മയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരുകയും ഇവർ ഒരു ദേഹമായി തീരും. അതുകൊണ്ട് അവർ മേലെ രണ്ടല്ല ഒന്നത്രേ. ആകയാൽ ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർപിരിക്കരുത്. അതുകൊണ്ട് നിസ്സാരമായോ അവിവേകമായോ ആരും വിവാഹത്തിൽ പ്രവേശിക്കരുത്. പിന്നെയോ ഏത് ഉദ്ദേശങ്ങൾക്കായി അത് നിയമിക്കപ്പെട്ടു എന്ന് വീണ്ടും പ്രകാരം ചിന്തിച്ച് വിവേകത്തോടും പ്രാർത്ഥനയോടും അതിൽ പ്രവേശിക്കേണ്ടതാകുന്നു. ഭർത്താവിനും ഭാര്യയ്ക്കും ഐശ്വര്യത്തിലും അനർത്ഥത്തിലും തമ്മിലുണ്ടാകേണ്ട ആയുഷ്കാല കൂട്ടായ്മയ്ക്കും സഹായത്തിനും ആശ്വാസത്തിനുമായി വിവാഹം നിയമിക്കപ്പെട്ടു. ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ടതും ക്രിസ്തുവിൽ വീണ്ടെടുക്കപ്പെട്ടതുമായ പ്രകൃതിയാലുള്ള ആഗ്രഹം വികാരങ്ങളും വിശുദ്ധീകരിച്ച് ധാർമ്മികതയിൽ നടക്കേണ്ടതിനും യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ ദൈവത്തിന്റെ പുകഴ്ചയായ കുടുംബങ്ങൾ പൈതങ്ങൾ ജനിച്ച് വളർത്തപ്പെടേണ്ടതിനും വിവാഹത്തിന്റെ ശ്രേഷ്ഠത അപ്രകാരം അംഗീകരിക്കപ്പെട്ടു. മനുഷ്യ സാമൂഹ്യം ഉറപ്പുള്ള അടിസ്ഥാനത്തിന്മേൽ നിലനിൽക്കേണ്ടതിനായി വിവാഹം നിയമിക്കപ്പെട്ടു. വിവാഹത്തിന്റെ വിശുദ്ധ അവസ്ഥയിൽ ഒരുമിച്ച് ചേർക്കപ്പെടുവാനായി ഇവർ ഇവിടെ വന്നിരിക്കുന്നു. ആയതിനാൽ സഭയുടെ ചട്ടങ്ങൾക്കും നമ്മുടെ രാജ്യത്തിന്റെ നിയമത്തിനും അനുസരണമായി ഇവർ നമ്മൾ വിവാഹം ചെയ്തുകൂടാ എന്ന് തക്ക കാരണം കാണിക്കുവാൻ നിങ്ങൾ ആരെങ്കിലും കഴിയുന്നുണ്ടെങ്കിൽ അതിനെ ഇപ്പോൾ പറയണം. ഇല്ലെങ്കിൽ മേലാൽ ഒരിക്കലും പറയാതിരിക്കണം. മനു എന്താണ്? നിങ്ങൾ വിവാഹത്തിൽ ഒന്നിച്ചു ചേർത്ത് കൂടാതെ ഏതെങ്കിലും കാരണമുണ്ടെങ്കിൽ നിങ്ങൾ ഇരുവരിൽ ആരെങ്കിലും അറിയുന്നുവെങ്കിൽ ആയതിനെ ഇപ്പോൾ അറിയിച്ചു കൊള്ളണമെന്ന് ദൈവമാകെ ഞാൻ നിങ്ങളോട് ഇരുവരോട് നിഷ്കർഷയായി കൽപ്പിക്കുന്നു. സർവശക്തിയും മഹാകരുണയുള്ള പിതാവേ, നിന്റെ സഹായം കൂടാതെ ഞങ്ങൾക്ക് യാതൊരു കാര്യവും ഉചിതമായി ചെയ്യുവാൻ കഴിയുകയില്ലല്ലോ. നിന്റെ ദിവ്യ വിചാരണയിൽ നിന്റെ ഈ ദാസരെ നീ ഒരുമിച്ച് കൊണ്ടുവന്നിരിക്കുന്ന പ്രകാരം ഇവർ വിവാഹ ഉടമ്പടിയിൽ നിന്റെ ദൃഷ്ടിയിൽ നിന്ന പോലെ പ്രവേശിക്കുവാനും ഞങ്ങൾ ചെയ്യുന്ന പ്രതിജ്ഞകളെ സത്യമായി പാലിക്കുവാനും നിന്റെ കൃപ കൊണ്ട് ഇവരെ സമ്പന്നരാക്കണമെന്ന് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. ആമേൻ. മനു ചെറിയൻ. വിവാഹത്തിന്റെ വിശുദ്ധ അവസ്ഥയിൽ ദൈവത്തിന്റെ നിയമപ്രകാരം ഒന്നിച്ചു പാർക്കുവാൻ നീ ഈ സ്ത്രീയെ നിന്റെ ഭാര്യയായി കൈക്കൊള്ളുമോ? നീ ഇവളെ സ്നേഹിച്ച് ആശ്വസിപ്പിച്ച് മാനിച്ച് രോഗത്തിലും സുഖത്തിലും രക്ഷിക്കുകയും മറ്റെല്ലാവരെയും ഉപേക്ഷിച്ച് നിങ്ങൾ ഇരുവരും ജീവിക്കുമ്പോൾ ഒക്കെയും ഇവളോട് മാത്രം ചേർന്നിരിക്കുകയും ചെയ്യുമോ? മാത്യു. വിവാഹത്തിന്റെ വിശുദ്ധാവസ്ഥയിൽ ദൈവത്തിന്റെ നിയമപ്രകാരം ഒന്നിച്ചു പാർക്കാൻ നീ ഈ പുരുഷനെ നിന്റെ ഭർത്താവായി കൈക്കൊള്ളുമോ? നീ ഇവനെ സ്നേഹിച്ച് ആശ്വസിപ്പിച്ച് മാനിച്ച് രോഗത്തിലും സുഖത്തിലും രക്ഷിക്കുകയും മറ്റെല്ലാവരെയും ഉപേക്ഷിച്ച് നിങ്ങൾ ഇരുവരും ജീവിച്ചിരിക്കുമ്പോഴൊക്കെ ഇവരോട് മാത്രം ചേർന്നിരിക്കുകയും ചെയ്യുമോ? ഈ പുരുഷനെ വിവാഹം കഴിക്കുവാൻ ഈ സ്ത്രീയെ കൊടുക്കുന്നത് ആര്? മനുവും മേലിനും നിങ്ങൾ പരസ്പരം വലതേ നൽകുക.
മനുവാകുന്ന ഞാൻ മെറിനാകുന്ന നിന്റെ ഇന്നു മുതൽ ഇനിമേലാൽ നന്മയിലും തിന്മയിലും സമ്പത്തിലും ദരിദ്രതയിലും ദീനത്തിലും സുഖത്തിലും മരണം നമ്മെ വേർപിടിക്കുന്നത് വരെ ദൈവത്തിന്റെ വിശുദ്ധ നിയമപ്രകാരം സ്നേഹിക്കുവാനും രക്ഷിക്കുവാനും അനുസരിക്കുവാനും എന്റെ ഭാര്യയായി ഏറ്റുകൊള്ളുന്നു. അതിനായി ഞാൻ നിനക്ക് വാഗ്ദത്തം ചെയ്യും. ആകുന്ന ഞാൻ മനുവാകുന്ന നിങ്ങളെ ഇന്നു മുതൽ ഇനിമേലാൽ നന്മയിലും തിന്മയിലും സമ്പത്തിലും ദരിദ്രതയിലും ദീനത്തിലും സുഖത്തിലും മരണം നമ്മെ വേർപിടിക്കുന്നത് വരെ ദൈവത്തിന്റെ വിശുദ്ധ നിയമപ്രകാരം സ്നേഹിക്കുവാനും രക്ഷിക്കുവാനും അനുസരിക്കുവാനും എൻ്റെ ഭർത്താവായി ഏറ്റുകൊള്ളുന്നു. അതിനായി ഞാൻ നിനക്ക് വാഗ്ദത്തം ചെയ്യും. ദൈവം നിങ്ങൾ പ്രതിജ്ഞകൾ കേട്ടിരിക്കുന്നു, ഞങ്ങൾ അതിന് സാക്ഷികളുമാകുന്നു. കരുണയുള്ള കർത്താവേ, ഈ താലിയെയും വാഴ്ത്തണമേ. ഈവർ കൊടുക്കുന്നതിന് മകനും ധരിക്കുന്നതിന് മകളും അന്യോന്യ വിശ്വാസത്തിൽ വസിക്കേണ്ടതിനും അവരുടെ ജീവകാലമൊക്കെ മറ്റുപോകാതെ സ്നേഹത്തിൽ നിൽക്കേണ്ടതിനും ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം കൃപയരുളേണമേ. ആമേൻ. നിത്യമായ വിശ്വസ്തതയിലും അറ്റുപോകാത്ത സ്നേഹത്തിന്റെയും അടയാളമായി ഈ മോതിരം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു. എന്റെ ശരീരം കൊണ്ട് ഞാൻ നിങ്ങളെ മാനിക്കുന്നു. എന്റെ ഇഹലോക വസ്തു സമ്പത്തുകൾ എല്ലാം ഞാൻ നിങ്ങൾക്കായി അവകാശമാക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ തന്നെ. ആമേൻ. നിത്യമായ വിശ്വസ്തതയുടെയും അറ്റുപോകാത്ത സ്നേഹത്തിൻ്റെയും അടയാളമായി ഈ മോതിരം ഞാൻ നിങ്ങൾക്ക് നൽകും. എൻ്റെ ശരീരം കൊണ്ട് ഞാൻ നിങ്ങളെ മാനിക്കുന്നു. എൻ്റെ ഇഹലോക സമ്പത്തുകൾ എല്ലാം ഞാൻ നിങ്ങൾക്ക് അവകാശമാണ്. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ. അപ്പോൾ യഹോവയെ ഭയപ്പെട്ടു എന്നുള്ള പാട്ട് കളിക്കാം. We
മനു ആൻഡ് മെറിൻ തമ്മിൽ ദൈവത്തിൻ്റെ സന്നിധിയിലും ഈ സഭായോഗത്തിന് മുമ്പാകെയും പരസ്പരം ഉടമ്പടി ചെയ്തുകൊണ്ട് ദൈവത്തിൻ്റെ നിയമപ്രകാരവും ഈ രാജ്യത്തിൻ്റെ നിയമം അനുസരിച്ചും ഇവർ ഇപ്പോൾ ഭർത്താവും ഭാര്യയുമായിരിക്കുന്നുവെന്ന് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഞാൻ പ്രസിദ്ധപ്പെടുത്തുന്നു. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. മഹാകരുണയും കൃപയുമുള്ള ദൈവമേ, സ്വർഗത്തിലും ഭൂമിയിലുള്ള സകല കുടുംബത്തെയും പേർ വരുവാൻ കാരണമായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങളുടെ നിന്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്ന മനുവും മെറിനും എന്ന നിന്റെ ദാസരുടെ മേൽ നിന്റെ അനുഗ്രഹത്തെ അയക്കണമേ. അവർ തമ്മിൽ ചെയ്ത വാഗ്ദത്തങ്ങളെയും ഉടമ്പടികളെയും നിശ്ചയമായി പ്രമാണിച്ച് നിവൃത്തിയാക്കി പൂർണ്ണ സ്നേഹത്തോടും സമാധാനത്തോടും കൂടി എപ്പോഴും ഒരുമിച്ച് പാർത്ത് നിന്റെ കൽപ്പനയിൽ പ്രകാരം ജീവിക്കുവാൻ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം കൃപ ചെയ്യണമേ. ആമേൻ. പിതാവായ ദൈവം, പുത്രനായ ദൈവം, പരിശുദ്ധാത്മാവായ ദൈവം നിങ്ങളെ അനുഗ്രഹിച്ച് കാത്ത് പരിപാലിക്കുമാറാകട്ടെ. കർത്താവ് തൻ്റെ കരുണ കൊണ്ട് കൃപയോടെ നിങ്ങളെ കടാക്ഷിച്ച് പരലോകത്തിൽ നിങ്ങൾക്ക് നിത്യജീവൻ ഉണ്ടാകുവാൻ ഇഹലോകത്തിൽ നിങ്ങൾ തമ്മിൽ അനുകൂലമായി പാർക്കേണ്ടതിന് നിങ്ങളെ സകല ആത്മീയ അനുഗ്രഹങ്ങൾ കൊണ്ടും കൃപയും കൊണ്ട് നിലനിറക്കണമേ. ആമേൻ. പാഠങ്ങൾ വായിക്കുന്നതായിരിക്കും. അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം അധ്യായം 1 മുതൽ 13. 1 കൊരിന്ത്യർ 13:1-13. ഞാൻ മനുഷ്യരുടെയും ദൂതന്മാരുടെയും ഭാഷയിൽ സംസാരിച്ചാലും എനിക്ക് സ്നേഹമില്ല എങ്കിൽ ഞാൻ വിഴുങ്ങുന്ന ചെമ്പോ ചുരുങ്ങുന്ന കൈത്താവണോ അത്രേ. എനിക്ക് പ്രവചനപരമുണ്ടായിട്ടും സകല മർമ്മങ്ങളും സകല ജ്ഞാനവും ഗ്രഹിച്ചാലും മലകളെ നീക്കുവാൻ തക്ക വിശ്വാസമുണ്ടായാൽ സ്നേഹമില്ല എങ്കിൽ ഞാൻ ഏതുമില്ല. എനിക്കുള്ളതെല്ലാം അന്നദാനം ചെയ്താലും എൻ്റെ ശരീരം ചുടുവാനേൽപ്പിച്ചാലും സ്നേഹമില്ല എങ്കിൽ എനിക്കൊരു പ്രയോജനവും ഇല്ല. സ്നേഹം ദീർഘമായി ക്ഷമിക്കുകയും കാണിക്കുകയും ചെയ്യുന്നു. സ്നേഹം സ്പർശിക്കുന്നില്ല, സ്നേഹം നിഗളിക്കുന്നില്ല, ശ്രദ്ധിക്കുന്നില്ല, അയോഗ്യമായി നടക്കുന്നില്ല, സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല, ദേഷ്യപ്പെടുന്നില്ല, ദോഷം കണക്കിടുന്നില്ല, അനീതിയിൽ സന്തോഷിക്കാതെ സത്യത്തിൽ സന്തോഷിക്കുന്നു, എല്ലാം പൊറുക്കുന്നു, എല്ലാം വിശ്വസിക്കുന്നു, എല്ലാം പ്രത്യാശിക്കുന്നു, എല്ലാം സഹിക്കുന്നു. സ്നേഹം ഒരു നാളും മുതിർന്നു പോകുകയില്ല. പ്രവചനപരമോ അത് നീങ്ങിപ്പോകും, ഭാഷാപരമോ അത് നീങ്ങിപ്പോകും,
ഞാനും അതിൽ നീങ്ങിപ്പോവും. അംശമായി മാത്രം അറിയുന്നു, അംശമായി മാത്രം പ്രവചിക്കുന്നു. പൂർണ്ണമായത് വരുമ്പോഴോ അംശമായത് നീങ്ങിപ്പോകും. ഞാൻ ശിശുവായിരുന്നപ്പോൾ ശിശുവിനെ പോലെ സംസാരിച്ചു, ശിശുവിനെ പോലെ ചിന്തിച്ചു, ശിശുവിനെ പോലെ നിരൂപിച്ചു. പുരുഷനായ ശേഷമോ ഞാൻ ശിശുവിനുള്ളത് തിരിച്ചു കളഞ്ഞു. ഇപ്പോൾ നാം കണ്ണാടിയിൽ കടമ്പടിയായി കാണുന്നു, അപ്പോൾ മുഖാമുഖമായി കാണും. ഇപ്പോൾ ഞാൻ അംശമായി അറിയുന്നു, അപ്പോഴോ ഞാൻ അറിയപ്പെടുന്നത് പോലെ അറിയും. ആകയാൽ വിശ്വാസം, പ്രത്യാശ, സ്നേഹം, ഈ മൂന്ന് നിലനിൽക്കുന്നു. ഇവയിൽ വലുതോ സ്നേഹം തന്നെ. ഈ സമയത്ത് ഞങ്ങൾ സാധാരണ ഒരു പുതുതായി കല്യാണം കഴിച്ച ഭാര്യയ്ക്കും ഭർത്താവിനും ഒരു സംബോധന ചെയ്യാറുണ്ട് അച്ഛന്മാർ. ഞാനിവിടെ നാട്ടിൽ ഇവിടെ വന്നിട്ട് 43 വർഷമായി. ആദ്യമായിട്ടാണ് മലയാളത്തിലൊരു കല്യാണം നടത്തുന്നത്. ബാംഗ്ലൂർ വളർന്നുകൊണ്ട് മലയാള ഭാഷ നല്ലപോലെ അറിഞ്ഞുകൂടാ. അതുകൊണ്ട് ഇവർ രണ്ടുപേർക്കും ഇംഗ്ലീഷ് അറിയാവുന്നത് കൊണ്ട് I want to speak to them in English. Thank you. Appreciate it. You have come together because you love each other. This is a celebration of love. And I want you to understand what love is. We have all different definitions of love. If I ask Manu, he will give his definition. If you ask Marin, you will give your definition. So everybody has their own definitions of love. So I would like you to know something that Jesus taught me about love. Now, we Malayalis particularly want to be right all the time. We want to be right. If you go to a general body meeting of the church, somebody has to be right all the time. You don't want to be proved wrong. So I would suggest to you that what Jesus did on the cross was entirely different. What he did was, he never claimed to be right. He never said, I came to save you, I came to help you, I came to heal you. He never said that. When they were inflicting cruelty on him, he simply took it and he prayed for them. So, the first thing I want to tell you about your marriage is giving up your right to be always right is a sign of love. You don't have to be right all the time. In the name of love, you can forgive. You can forget about all the things that have happened. Why do you want to be right all the time? For the sake of love, for the sake of your partner, you can always, don't have to claim to be right, but you can always love. This is a new definition of love we have in Christianity. Jesus taught us that on the cross. He never claimed anything. He just gave up. And God used that giving up so that we can be all benefited. So that's the beauty of Christianity. You don't sometimes realize it. So when you start your family, when you have your relationship together, see that you don't have to boss over the other. You don't have to do that. It's an equal partnership. So I've been married for 51 years. I know what I'm talking about. One thing more I want to tell you. When my wife was working teaching in a college, and I was going to my church, in the morning we have a decision to make. You know what we do? Is there anything unfinished between us? Because we take our cars and go to different places, we have no clue as to whether we'll come back or not. So if there is anything unfinished, we have to finish it and go. So that if we don't meet each other again, our relationship is complete. Broken relationship will end in disaster. Broken relationship will always come after you. So my advice to you from this church, as an Achan, I'm telling you, the best thing to do is to finish all the business before you go to sleep. May God bless you and keep you, and may you have many, many years together. And I hope I will cross your path again, in which case
we can have our fellowship together. In the name of the Father, and of the Son, and of the Holy Spirit. Amen. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, നിൻ്റെ വിശുദ്ധ സ്ഥലത്ത് നിന്ന് ഇവർക്ക് സഹായം ചെയ്യണമേ. ഇവരെ എപ്പോഴും കാത്തുകൊള്ളണമേ. ഇവർക്ക് ബലമുള്ള ഘോരമായിരിക്കണമേ. ഇവരുടെ ശത്രുക്കളുടെ മുഖത്തു നിന്ന് തന്നെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഞങ്ങളുടെ നിലവിളിയും തിരുസന്നിധിയിൽ വരുമാറാകട്ടെ. സർവശക്തനും നിത്യനുമായ പിതാവേ, നീ മനുഷ്യവർഗത്തിന് വിശുദ്ധ അവസ്ഥയെ നിയമിച്ചുകൊണ്ട് കൊടുക്കുകയും നിൻ്റെ ആഗ്രഹത്താൽ അതിനെ ശുദ്ധീകരിക്കുകയും ചെയ്തിരിക്കുന്നുവല്ലോ. ഭർത്താവും ഭാര്യയുമായി ഇപ്പോൾ ചേർക്കപ്പെട്ടിരിക്കുന്ന ദാസരായ മനുവിനെയും മെറിയനെയും നിൻ്റെ അനുഗ്രഹത്തിൽ പകരണമേ. തമ്മിൽ ഭാരങ്ങളെ ചുമന്നുകൊണ്ടും അന്യോന്യം സന്തോഷം പങ്കിട്ടുകൊണ്ടും ഒരുമിച്ച് ഞങ്ങളുടെ കുടുംബത്തിൻ്റെ കടമകൾ നിർവഹിച്ചുകൊണ്ടും സ്നേഹത്തിലും തിരുവചനത്തിനും സ്മരണയ്ക്കും ജീവപര്യന്തം പരസ്പരം വിശ്വാസതരമായിരിക്കാൻ നീ അവർക്ക് കൃപ നൽകണമേ. ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. ആമേൻ. നസ്രയത്തിൽ ഒരു ഭൗമിക ഭവനത്തിലെ ജീവിതത്തിൽ പങ്കാളിയായ ഞങ്ങളും ഞങ്ങളുടെ കർത്താവിൻ്റെ ഇഷ്ടമായ യേശു മിശിഹായെ, നിൻ്റെ ദാസൻ്റെ ഭവനത്തിൽ നീ കർത്താവും രാജാവുമായി വളരണമേ. നീ മനുഷ്യരെ ശുശ്രൂഷിച്ചതുപോലെ ഇവരും മറ്റുള്ളവരെ ശുശ്രൂഷിപ്പാൻ വരം നൽകണമേ. ഞങ്ങളുടെ ചുറ്റുപാടുമുള്ളവരെ മധ്യത്തിൽ വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും നിൻ്റെ രക്ഷണ്യ സ്നേഹത്തെ സാക്ഷിക്കുവാൻ നീ ഇവർക്ക് കൃപ നൽകണമേ. നിൻ്റെ വിശുദ്ധനാമത്തിൻ്റെ പുകഴ്ചയ്ക്കായിട്ട് ഇത് നിന്നോട് അപേക്ഷിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നീ പിതാവിനോടും പുത്രനോടും പരിശുദ്ധാത്മാവിനോടും കൂടി എന്നും ഏകതയുമായി കാലാവസാനം കൂടാതെ ജീവിച്ച് വാഴുന്നുവല്ലോ. ആമേൻ. സർവശക്തനായ കർത്താവേ, നിത്യദൈവമേ, നിൻ്റെ മഹാശക്തിയുള്ള സംരക്ഷണം കൊണ്ട് ഞങ്ങളിവിടെയും എന്നേക്കും ശരീരവും ആത്മാവും പാലിപ്പിക്കേണ്ടതിന് ഞങ്ങളുടെ ഹൃദയങ്ങളെയും ശരീരങ്ങളെയും നിൻ്റെ പ്രമാണങ്ങളെയും വഴികളെയും നിൻ്റെ കൽപ്പനകൾക്ക് ചേർന്ന ക്രിയകളെയും നടത്തി ശുദ്ധീകരിച്ച് ഭരിക്കുവാൻ ഇഷ്ടം തോന്നണമെന്ന് ഞങ്ങളുടെ കർത്താവ് രക്ഷിതാവായ യേശു ക്രിസ്തു മൂലം ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. ആമേൻ. ഇപ്പോൾ രജിസ്റ്ററിൽ സൈൻ വെക്കുന്നതായിരിക്കും. വിറ്റ്നസ്സസ് വിൽ കം ഫോർവേഡ് പ്ലീസ്. ചെറിയ അതെ സെക്രട്ടറി തോമസ്
നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും നിങ്ങളെല്ലാവരോടും കൂടി എപ്പോഴും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. I have the pleasure of introducing to you for the first time as married couple, Manu and